അസ്സാം വലൈക്കും. അങ്ങനെ ഇന്നാണ് എറണാകുളം പോണത്. എല്ലാവരും ഉറങ്ങാണ്. ട്രെയിൻ നേരത്തെ രാവിലെ ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം അമ്മ ചായ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് ഞാൻ റെഡിയായി. പിന്നെ ഒരു 6 മണി ആ സമയത്താണ് ട്രെയിൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ഒരു 5:30 ആകുമ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക്. നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരം നമ്മൾ ട്രെയിനിന് കാത്തു നിന്ന്. ട്രെയിന് വരാൻ വലിയ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരു 6:10 6:15 ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് 2 ഡേ ട്രിപ്പാണ് പോണത്. ഇന്ന് പോയിട്ട് നാളെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വരും. അങ്ങനെ നമ്മൾ സീറ്റ്സൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും ഇരുന്ന് സെറ്റായി. ട്രെയിന് രാവിലെ ആയതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം. കുറേ പുഴകളും വയലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വാങ്ങി കുടിച്ച്, ചായ അല്ല കോഫിയാണ് തോന്നുന്നു വാങ്ങിയത്. കോഫി വാങ്ങി കുടിച്ച് പിന്നെ അതുപോലെ നമുക്ക് ട്രെയിനിൽ ഇരുന്നിട്ട് തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് പോകാനുള്ളൂ. നമ്മൾ ഏകദേശം എറണാകുളം എത്തണതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ ബാഗൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എത്തണ ആ തിരക്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കുടുങ്ങുമല്ലോ. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സൈഡിൽ മാറി നിന്ന് തിരക്കൊക്കെ പോയിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളൊരു ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ശരവണ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും പോകാനും ഉണ്ട്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ദോശയും പൂരിയും അങ്ങനെയൊക്കെ ഫുഡ് വാങ്ങിയത്. പിന്നെ ദോശൻ്റെ കൂടെ തന്നെ വടയും ഉണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ റൂമിലേക്കാണ് പോണത്. ഇനി നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ അവിടെ വെച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഹോട്ടലിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലേനു നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക്. അപ്പോൾ നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ നമ്മളവിടെ എത്തി ലഗേജൊക്കെ വെച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. സോ താങ്ക് യു.